പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ ബലഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ എളിമ കൊണ്ട് നിങ്ങൾ നിറയട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകരും കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ അഭിവാദ്യം ചെയ്യുന്നത്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രായമുള്ള കാരണന്മാർ ഇളം തലമുറയിലുള്ള ആൾക്കാരെ അഭിഷേകാഗ്നി കൂടാൻ വേണ്ടി വിളിക്കണം. ചില സാക്ഷ്യങ്ങൾ ഇന്ന് ഏതോ ഒരു സാക്ഷ്യം ഞാൻ കേട്ട് ഓർക്കുന്നുണ്ട്. അതായത് അഭിഷേകാഗ്നിയെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. ആ വ്യക്തി വേറൊരു രാജ്യത്ത് ചെന്നപ്പോഴാണ് ആ അഭിഷേകത്തിനെ കുറിച്ച് കേൾക്കുന്നത്. അങ്ങനെ അദ്ദേഹം സാക്ഷ്യം കേൾക്കാം. അദ്ദേഹം ഇതിലേക്ക് വരാനായിട്ട് ഇടയാതെ ഞാൻ ഓർക്കുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന് പുതിയ പുതിയ ആൾക്കാരെ അഭിഷേകത്തെ കാണാൻ വേണ്ടി വിളിക്കണം. അതിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കണം. ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം അല്ലേ. ഏലിയയ്ക്ക് ശേഷം ഏലീഷാനെ അവശേഷിപ്പിച്ചതുപോലെ നമ്മൾ അഭിഷേകത്തിന് പുതിയ പുതിയ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരണം. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനുള്ളൊരു മാർഗമാണ് എല്ലാ ശനിയാഴ്ചകളും അഭിഷേകാഗ്നി ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി പ്രാർത്ഥിക്കണം. അത് വട്ടാലച്ചൻ പണ്ട് മുതൽ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഈ ദിവസത്തിൻ്റെ അച്ഛൻ്റെ ശുശ്രൂഷകളിൽ നിങ്ങളത് കേൾക്കുന്നതാണ്. ഞാൻ സ്നേഹപൂർവ്വം അച്ഛൻ്റെ കൂട്ടായ്മ നിങ്ങൾ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ള സഹോദരൻ, ഏത് കാര്യത്തിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കൃപകൾ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് വേണം നമ്മളെല്ലാം ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറേ കാര്യം ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുകയല്ല. അതായത് നമ്മളിപ്പോൾ ധ്യാന ശുശ്രൂഷകളോ വചനപ്രഘോഷം ഒക്കെ നടത്തിയാലും ഈശോയുടെ പ്രവർത്തനം നടക്കുകയില്ല. ഇപ്പോൾ നമ്മൾ ദൈവത്തെ ആശ്രയിക്കണം. നമ്മൾ ടോക്ക് കേട്ടാൽ മാത്രം പോരാ, ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ ഞങ്ങൾക്ക് വലിയ സ്വർഗത്തിന്റെ സമ്പത്തായ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുകയും ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത കർത്താവേ, സ്വർഗത്തിലേക്ക് ഞങ്ങളെ എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, ഓ സ്വർഗമേ, നന്ദിയോടെ ആരാധിച്ച് സ്തുതിക്കുന്ന പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണം. കൈകളടിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ ലോകത്തിന്റെ മേൽ വിജയം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ,
ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. എലീശായുടെ മേൽ കത്തി ജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, അത് എലീശായുടെ മേൽ വീണ്ടും ചലനമായിട്ട് മാറി. ഓ പരിശുദ്ധാത്മാവേ, സ്നേഹന്മാരെ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, രക്തസാക്ഷികളെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, കർത്താവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, നമുക്ക് ബലം നൽകണമേ. ഒരുപാട് ബലഹീനതകളുണ്ട്, ഒരുപാട് കുറവുകളുണ്ട്, ഒരുപാട് പോരായ്മകളുണ്ട്. പരിശുദ്ധാത്മാവേ, ബലഹീനതകൾ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ക്ഷമ നൽകണം, ഞങ്ങളെ ശക്തിപ്പെടുത്തണം, ഞങ്ങളെ ബലപ്പെടുത്തണം. അസാധ്യതകളുടെ സാധ്യതകളാക്കുന്ന പരിശുദ്ധാത്മാവേ, വഴി തുറന്നു വരുന്ന പരിശുദ്ധാത്മാവേ, ഉണർവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, വിശുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ. ഏലിയായിൽ കത്തി ജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, ഏലീശായി ഇരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, ചേർന്ന് പാടാവോ? ഏലിയായിൽ കത്തി ജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, ഏലീശായി ഇരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, ദാനിയേലിനു ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ, ദാനിയേലിനു ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ നിറഞ്ഞു കവിയും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൈകൾ ഉയർത്തി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വിളിക്കാവോ? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയെ ഉയർത്തി. പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ പരിശുദ്ധാത്മാവേ, 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 തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവരുടെ മേൽ വർഷിക്കപ്പെടുന്ന ആത്മാവേ, കൊച്ചുകുഞ്ഞിന് പാലിന് വേണ്ടി കരയുന്നത് പോലെ പരിശുദ്ധാത്മാവിനോട് ദാഹിക്കുന്നു. ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ നിന്ന് കുട്ടിക്കരുത്, അല്ലെ ചെയ്ത വചനത്തിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഹല 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 തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി ആത്മാവിനെ നൽകിയില്ലേ? ഈ വചനത്തിൽ ശരണപ്പെടുന്നു. മനസ്സ് തകർന്നിരിക്കുന്നത് ഉച്ചത്തിൽ വിളിക്കുന്നു, വേദനിക്കുന്ന ഉച്ചത്തിൽ വിളിക്കുന്നു, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തപ്പോൾ പരിശുദ്ധാത്മാനെ വിളിക്കുന്നു, ദിശാബോധം നഷ്ടപ്പെടുമ്പോൾ വിളിക്കുന്നു, വഴി കാണാൻ നിൽക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു, രോഗികൾ വിളിക്കുന്നു, അഭിഷേകത്തിന് സത്യം രോഗം വിട്ടുമാറുന്നു. പോരാ പോരാ, ചങ്കുപൊട്ടി വിളിക്കുന്നു, പ്രാർത്ഥിക്കാൻ കഴിയാത്തവർ വിളിക്കുന്നു, ധൈര്യം നഷ്ടപ്പെട്ട് ഭയത്തിന് അടിമപ്പെട്ട് പരിപ്പരാത്തി പിടികൂടിയവർ ഇപ്പോൾ ഉച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പഠിക്കാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾ, പഠിക്കാൻ മറന്നു പോകുന്ന കുഞ്ഞുങ്ങൾ, അലസതയുള്ള കുഞ്ഞുങ്ങൾ, മടിയുള്ള കുഞ്ഞുങ്ങൾ ഉച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വിശുദ്ധി നിലനിൽക്കാൻ പറ്റുന്നില്ല. മദ്യപാനത്തിന് അഡിക്ഷൻ, പണകരമയുടെ അഡിക്ഷൻ, ലഹരി വസ്തുക്കളുടെ അടിമത്തങ്ങൾ, ബന്ധനങ്ങൾ, മക്കളെ ഹൃദയം തുറന്ന് വിളിക്ക്. ഈശോ തൊടുന്ന സമയമാണല്ലോ ഇത്. മക്കളെ ഉച്ചത്തിൽ വിളിച്ച് പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, ആവർത്തിച്ച് റുഹായേ, Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം.
ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം തീഷ്ണതയില്ലാത്തതിന് കാരണം. ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, അനേക ആൾക്കാർ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എന്നാന്നറിയത്തില്ല, ഒരു മന്ദതയാണ്, ഒരു തീഷ്ണതയില്ല, ഒരു ഉണർവില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒരു ആത്മീയ മരവിപ്പാണ്, ഒരു ആത്മീയ മുരടിപ്പാണ്. പണ്ട് ഒരുപാട് കൊന്തയില്ലിക്കൊണ്ടിരുന്നതാണ്, പണ്ട് ഒരുപാട് സഭ ആരാധനയ്ക്ക് ഇരിക്കുന്നതാണ്, പക്ഷെ ഇപ്പം എന്താ പറ്റുന്നില്ല. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം ഇറ്റലിയിൽ മോണ്ടിച്ചെറായി എന്ന് പറഞ്ഞ സ്ഥലത്ത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം ഉണ്ടായതാണ് റോസാ മിസ്റ്റിക്ക മാതാവ്. സഭ അതിനെക്കുറിച്ച് ഈ അടുത്ത നാളുകളിൽ നടത്തിയ ചില പ്രഖ്യാപനങ്ങളും നിങ്ങൾക്കറിയാം. സഭ ഇതെല്ലാം അംഗീകരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ റോസാ മിസ്റ്റിക്ക മാതാവിനോട് ആ പ്രത്യക്ഷീകരണ സമയത്ത് ചോദിച്ച ഒരു ചോദ്യം ഇതങ്ങാണ്, അമ്മ എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുമോ? അപ്പോൾ പറയപ്പെട്ട മറുപടി ഇങ്ങനെയാണ്, മന്ദതയിലിരിക്കുന്ന ഒരു ആത്മാവ് തീഷ്ണതയിലേക്ക് വരുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഹല്ലേലൂയാ, ഹല്ലേലൂയ. മന്ദതയിലിരിക്കുന്ന ഒരു ആത്മാവ്, ആത്മീയ മുരടിപ്പിരിക്കുന്ന ഒരു ആത്മാവ്, ഇപ്പോൾ പാടിയ പോലെ നല്ല കത്തി ജ്വലിക്കുന്ന, സ്നാപയോഹന്നാനെ കുറിച്ച് ഈശോ പറയും, കത്തി ജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നവൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ജ്വലനത്തിലേക്ക്, തീഷ്ണതയിലേക്ക്, അഭിഷേകത്തിലേക്ക് വരുന്നത് വലിയൊരു അത്ഭുതമാണ്. രോഗശാന്തി ഒരു അത്ഭുതമാണ്, തടസ്സങ്ങൾ മാറുന്ന അത്ഭുതമാണ്, ചെങ്ങളിൽ വിഭജിക്കുന്ന അത്ഭുതമാണ്. എന്നാൽ ഇതൊരു അത്ഭുതമായിട്ട് പലപ്പോഴും തോന്നുന്നില്ല. ഇതൊരു അത്ഭുതമാണ്. മാതാവ് പറയും, ഇതൊരു അത്ഭുതമാണ്. മന്ദരിക്കുന്ന ആത്മാവ് തീഷ്ണതയിലേക്ക് വരിക. ഹല്ലേലൂയാ, ഹല്ലേലൂയ. തീഷ്ണത എന്ന് പറഞ്ഞ നിസ്സാരകരമായ ഒരു സംഗതിയല്ല. നമ്മുടെ കേരള സഭയിൽ വിശുദ്ധ ചാവറ പിതാവിൻ്റെ ഒരു കോട്ട്, ഒരു ചാവറ പിതാവ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കാണ്. ഒരു മോനസ്ട്രിയെക്കുറിച്ച്, ഒരു ആശ്രമത്തെക്കുറിച്ച്, ഒരു സന്യാസ സഭയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് പ്രതിപാദിക്കുകയാണ്. അതായത് ഒരു സഭയുടെ, ഒരു ആശ്രമത്തിൻ്റെ, അതിൻ്റെ ഒരു സമ്പത്ത്, അതിൻ്റെ ഒരു ബലമെന്ന് പറയുന്നത് കെട്ടിടങ്ങളുടെ ബലമോ അങ്ങനത്തെ ഒന്നും അല്ല, മറിച്ച് അവിടെയുള്ള അംഗങ്ങളുടെ, അന്തേവാസികളുടെ തീഷ്ണതയും വിശുദ്ധിയുമാണ്, അഥവാ സ്നേഹമാണ്. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുടുംബത്തിന്റെ ബലമെന്ന് പറയുന്നത് നല്ല വീടോ, നല്ല ചുറ്റുമതില്, പിന്നെ നല്ല പറമ്പ്, അങ്ങനെ കുറെ ബിസിനസ് സ്ഥാപനങ്ങളൊന്നും അല്ല. ആ കുടുംബത്തിൽ ദൈവിക കാര്യങ്ങളിൽ നല്ല തീഷ്ണതയുള്ളവര്, വിശുദ്ധി, കറ തീർന്ന പരിശുദ്ധി, വിശുദ്ധി, നല്ല സ്നേഹം, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ബലമെന്ന് പറയുന്നത്. പറയാ ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആയിരിക്കുന്ന സഭയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗോള കത്തോലിക്ക സഭ, അല്ലെങ്കിൽ അതിൻ്റെ പല റീത്തുകൾ, അതിനകത്തുള്ള ഓരോ സഭകളിലെ ബലമെന്ന് പറയുന്നത് ആ ഇടവകളിലൊക്കെ എത്രമാത്രം തീഷ്ണതയും വിശുദ്ധിയുള്ള ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ഒരു ജ്വലനം കൂടുതലുണ്ട്. ഇപ്പം ഞാൻ അതിന് മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. ഈ ചെറിയ എപ്പിസോഡ്, നമ്മുടെ കുഞ്ഞ് എപ്പിസോഡ് എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്കുള്ളത്, നിങ്ങളെൻ്റെ കുടുംബാംഗമാണല്ലോ. അപ്പോൾ അത് എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾ തന്നെ ഫ്രണ്ടിൽ ജസ്റ്റ് ഒരു നമ്മുടെ മൊബൈലിൽ അത് എടുക്കുന്നത്, ചിലപ്പോൾ നമ്മുടെ ബ്രദർമാരും, ചിലപ്പോൾ കുറച്ച് ആൾക്കാർ ഫ്രണ്ടിൽ നിർത്തി എടുക്കുമ്പോൾ അതിന് വേറെ ഉണർവാണ്. കാരണം എന്താ, നല്ല തീഷ്ണതയും വിശുദ്ധിയും ഉള്ളവരും നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു തീ ആളി കത്തുന്ന പോലെയാണ്, ഒരു ജ്വലനമാണ്, ഒരു കൂട്ടായ്മ, ഒരു അഭിഷേകത്തിന്റെ ജ്വലനമാണ്. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീഷ്ണതയിൽ നിന്ന് താഴേക്ക് പോകരുത്. വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 19-ാം തിരുവചനം, ബുക്ക് ഓഫ് റെവലേഷൻസ് ചാപ്റ്റർ 3:19, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് തീഷ്ണതയുള്ളവനാവുക, അനുദപിക്കുക, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. സഭകളെ കുറിച്ചൊക്കെ പറയുന്ന കോൺടെക്സ്റ്റ് പറയുന്ന, അപ്പൊ കർത്താവ് സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നത്, ശിക്ഷിക്കുന്നത്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പറയാണ്, നീ നല്ല തീഷ്ണതയുള്ളവനാകണം, നല്ലൊരു തീഷ്ണത വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധി ഇല്ലെങ്കിൽ തീഷ്ണത ഉണ്ടാവില്ല. വിശുദ്ധിയും തീഷ്ണതയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. വിശുദ്ധി ഉള്ളിടത്ത് നല്ല തീഷ്ണതയുണ്ടാവും. നിങ്ങൾ എന്ത് നോക്കിയേ, വിശുദ്ധ ഡൊമിനിക്ക്, വിശുദ്ധ ബെനഡിക്റ്റ്, അല്ലെങ്കിൽ വിശുദ്ധ അമ്മ തെരേസ്യ, കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, കേരള സഭയിൽ തന്നെ
അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള വിശുദ്ധര്, അവരുടെയൊക്കെ പ്രത്യേകത എന്താ? അവർക്ക് നല്ല തീക്ഷ്ണതയാണ്. കാരണം എന്താ? അവർക്ക് അതുപോലെ വിശുദ്ധിയുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. ബൈബിളിൽ നല്ലൊരു ബെസ്റ്റ് കഥാപാത്രമുണ്ട്. ഫിനഹാസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം. പാപത്തിന്റെ കാര്യത്തിൽ 0 ടോളറൻസ് ആണ്. വചനം ലംഘിക്കുന്ന കാര്യത്തിൽ നോ, അതേപോലത്തെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് മക്കബാരുടെ പുസ്തകത്തിലൊക്കെ ചില കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ ഫിനഹാസിനെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോട്ട് ചെയ്യുന്നത്. മക്കബാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 26-ാം തിരുവചനം, ഫസ്റ്റ് മക്കബീസ് ചാപ്റ്റർ 2 വേഴ്സ് 26, സാലിമന്റെ പുത്രനായ സിമ്രിക്കെതിരെ ഫിനഹാസ് എന്ന പോലെ നിയമത്തെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ അവൻ ജ്വലിച്ചു. ഹല്ലേലൂയ. മക്കബാരുടെ പുസ്തകത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. യൂദാസ്, മക്കബിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഓരോരുത്തരെ ഒരാളെ കോട്ട് ചെയ്യുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണ്, നമ്മുടെ ഒരു പൂർവ്വപിതാവ് ഉണ്ടായിരുന്നില്ലേ, അതെ, അദ്ദേഹത്തിന്റെ ഫിനഹാസ് എന്ന പോലെ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഈ ഫിനഹാസിനെ കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം വായിച്ചാൽ പഴയ നിയമത്തിലെ ആദ്യ പുസ്തകങ്ങളിൽ കാണുന്ന ഫിനഹാസിന്റെ തീക്ഷ്ണത, വിശുദ്ധി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 45-ാമത്തെ അധ്യായത്തിൽ 23-ാം തിരുവചനം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 45 വേഴ്സ് 23, ഏലയാസറിന്റെ പുത്രനായ ഫിനഹാസിനാണ് മഹത്വത്തിന് 3-ാം സ്ഥാനം. അവൻ ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. പറഞ്ഞ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഫിനഹാസിനെ സംബന്ധിച്ചിടത്തോളം പാപം കണ്ടാൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. പാപത്തോട് സന്ധിയില്ല, സമരമാണ്. വിശുദ്ധ മരിയ കൊരിയത്തി പറഞ്ഞതുപോലെ, ഇതാ അലക്സാണ്ടറെ പാപത്തേക്കാൾ മരണം എന്ന് പറയുന്നത് പോലെ വിശുദ്ധിയിൽ നല്ല കൃപയിൽ നിലനിന്നത് കൊണ്ട് ഫിനഹാസ് അതീവ തീക്ഷ്ണതയോടെ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വ്യാപരിച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൈദികരുടെ എണ്ണം പെരുകിയത് കൊണ്ടോ, സന്യാസികളുടെ എണ്ണം പെരുകിയത് കൊണ്ടോ, ഇടവകകളിൽ എണ്ണം പെരുകിയത് കൊണ്ടോ ഒന്നും കാര്യമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധിയുള്ളവരുടെ എണ്ണം ചുരുങ്ങിയാൽ തീക്ഷ്ണത കുറയും. വിശുദ്ധിയുള്ളവരുടെ എണ്ണം ചുരുങ്ങിയാൽ തീക്ഷ്ണത കുറയും. തീക്ഷ്ണതയും വിശുദ്ധിയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഈ വിശുദ്ധി എന്ന് പറയുന്നതിന് നമ്മൾ പെട്ടെന്ന് കൊടുക്കുന്നൊരു ഡെഫിനിഷൻ, ലൈംഗിക പാപങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രം എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ വിശുദ്ധരായി എന്ന് നമ്മൾ വിചാരിക്കരുത്. വിശ്വസ്തതയാണ് വിശുദ്ധി. ഫെയ്ത്ത്ഫുൾനെസ് ഈസ് ഹോളിനെസ്. വിശ്വസ്തതയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളിലും നല്ല വിശ്വസ്തത. ദൈവവചനം പാലിക്കുന്ന കാര്യത്തിൽ, അധികാരികളുടെ ബന്ധത്തിന്റെ കാര്യത്തിൽ, സഭയോടുള്ള കാര്യങ്ങളിൽ എല്ലാത്തിലും വിശ്വസ്തത പാലിക്കാൻ വേണ്ടി തുടങ്ങിയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിശുദ്ധിയിലേക്ക് വളരുകയാണ്. അത് നമ്മളെ തീക്ഷ്ണതയും നന്നായിട്ട് ജ്വലിപ്പിക്കും. അപ്പോൾ എന്താ സംഭവിച്ചാൽ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനങ്ങളോട് നന്നായിട്ട് പ്രതികരിക്കാൻ വേണ്ടി പറ്റും. ശരിക്കും പറഞ്ഞാൽ തീക്ഷ്ണത എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ? തീക്ഷ്ണത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനത്തെ നടപ്പിലാക്കുന്നതാണ് തീക്ഷ്ണത. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിക്കും നൽകുന്ന ഓരോ പ്രചോദനങ്ങളുണ്ട്. അത് അതേപടി നടപ്പാക്കുന്നതാണ് തീക്ഷ്ണത. നിങ്ങൾ ഇത് നോക്കി, വിശുദ്ധ ചാവറ പിതാവിനെ സംബന്ധിച്ചോളം ചാവറ പിതാവ് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ദൈവഹിതം നടത്തും. ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് കണ്ട് നടത്തുവാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഫിലിപ്പി ലേഖനത്തിൽ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. ഫിലിപ്പി ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 13-ാം തിരുവചനം, എന്തെന്നാൽ തന്റെ അഭീഷ്ടം അനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പല കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ചെയ്യാൻ വേണ്ടി ഉത്തേജനം തന്നുകൊണ്ടിരിക്കും, ഇൻസ്പിറേഷൻസ് തന്നുകൊണ്ടിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതെല്ലാം അനുസരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിശുദ്ധി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. പാപം ഇരുന്നാൽ ചെയ്യാൻ പറ്റില്ല. പാപം ഉണ്ടെങ്കിൽ നടപ്പാക്കാൻ പറ്റില്ല. പാപത്തിലുള്ള ആത്മാവ് മന്ദതയെ പോകും. പാപത്തിലിരിക്കുന്ന ആത്മാവ് ആത്മീയ കാര്യങ്ങളിൽ തീക്ഷ്ണതയില്ലാതെ, സുവിശേഷമല്ല തീക്ഷ്ണതയില്ലാതെ ജ്വലനം നഷ്ടപ്പെട്ട് താഴേക്ക് പോകും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതെവിടെ വായിക്കുന്നത്? പ്രഭാഷകന്റെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 9-ാം തിരുവചനം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 15 വേഴ്സ് 9, സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല,
അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കൈയടിക്കാൻ, പാട്ട് പാടാനൊക്കെ പരിശുദ്ധാത്മാ പ്രചോദനം കൊടുക്കുകയാണ്. പക്ഷെ എന്ത് സംഭവിക്കുന്നു? പാപം ആ ഹൃദയത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഈ പ്രചോദനത്തെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. മൂക്കടഞ്ഞിരുന്ന മണം കിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ്. പാപം ഇരുന്നാൽ, വിശുദ്ധി ഇല്ലെങ്കിൽ, വിശ്വസ്തരല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനങ്ങൾ സ്വീകരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനങ്ങളെ മേല് കീഴും നോക്കാതെ അനുസരണ വ്രതത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ചെയ്ത് നടപ്പാക്കുന്നതാണ് തീക്ഷ്ണത എന്ന് പറയുന്നത്. പാപം ഇരിക്കുന്ന ഹൃദയത്തിൽ പറ്റില്ല. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹോശേയ പ്രവചനത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 4-ാം തിരുവചനം, ബുക്ക് ഓഫ് ഹോശേയ ചാപ്റ്റർ 5 വേഴ്സ് 4. തങ്ങളുടെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവർത്തികൾ അവർ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർബോധം അവരെ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ ചിന്തിച്ച് നോക്ക്. തീർത്ഥത്തിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കുമ്പസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു നല്ല ജീവൻ നയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റുന്നില്ല. എന്താ കാരണമെന്ന് പറയുന്നത്? വ്യഭിചാര ദുർബോധം, ദ സ്പിരിറ്റ് ഓഫ് ഹോഡം, പാപത്തിന്റെ ദുരാത്മാവ് അവരുടെ ഹൃദയത്തിൽ വസിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവ് വിളിക്കുകയാണ്. തീക്ഷ്ണതയുള്ളവരാകണം. വെളിപാട് ഇല്ലെങ്കിൽ നീ അനുദപിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തട്ടിക്കളയുന്ന ഇങ്ങനത്തെ ചില മേഖലയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഉയർന്നു വരില്ല ഒരു മണ്ഡലത്തിലും. നിങ്ങളൊരു സാക്ഷ്യം കേട്ടു നോക്ക്. എൻ്റെ പേര് മനു. ഞാൻ അടിമാലി 1000 ഏക്കർ ഇടയ്ക്കൽ നിന്ന് വരുന്നു. ഞാൻ ബ്രൂണയിൽ നിന്നാണ് വരുന്നത്. സാക്ഷ്യം പറയാനും ഒരാഴ്ച ബ്രൂണെ അല്ലേ? ബ്രൂണെ ദർസലേം, ഒരു ചെറിയ രാജ്യം അല്ലേ? ചെറിയ രാജ്യം. ഭാര്യ അവിടെ നേഴ്സാണ്. എനിക്കൊരു 3.5 വയസ്സുള്ള കുട്ടിയുണ്ട്. 2 കുട്ടികൾ സ്വർഗത്തിലുണ്ട്. എനിക്ക് കിട്ടിയൊരു വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ കല്യാണത്തിന് ശേഷം എനിക്ക് നാട്ടിലൊരു ജോലി ഉണ്ടായിരുന്നു. കേരള ലൈഫ് സ്റ്റോർ ഡെവലപ്മെൻറ്റ് ബോർഡിൽ അറിയാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 30,000 ആ റേഞ്ചായിരുന്നു എൻ്റെ സാലറി. അപ്പോൾ എനിക്ക് ഭാര്യ ബ്രൂണയിലെ നേഴ്സാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കണം എന്നാണ് ആഗ്രഹത്താൽ ഞാൻ ഒരു മാസത്തെ ലീവ് എടുത്ത് ബ്രൂണയ്ക്ക് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ അഭിഷേകത്തിനെ കുറിച്ച് കേൾക്കണേ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും അഭിഷേകാഗ്നി ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ അഭിഷേകാഗ്നി കണ്ട് നമുക്കൊരു പോസിറ്റീവ്നെസ് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ റെസ്യൂമെ എല്ലാം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. എല്ലാ കമ്പനിയിൽ നിന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് വരുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ഒരു മൂവ്മെൻറ്റ് നടക്കില്ല. അപ്പോൾ 1 മാസത്തെ വിസയിലാണ് ഞാൻ പോയത്. എൻ്റെ വിസ തീരാനായിട്ട് 5 ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് ഞാൻ. ഈ അഭിഷേകാഗ്നിയുടെയൊക്കെ ഈ സാക്ഷ്യങ്ങളെ കേട്ടിട്ട് ഞാൻ ഈ നാട്ടിലത്തെ ജോലി റിസൈൻ ചെയ്ത് കളഞ്ഞു. അത്രയും വിശ്വാസത്തോടുകൂടി ഞാൻ റിസൈൻ ചെയ്തു. പക്ഷേ ഈ പോകാനായിട്ട് പോയിട്ട് പോലും എനിക്ക് ജോലി ഇതുവരെയായിട്ട് ആകുന്നില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വട്ടായലച്ചൻ്റെ ഒരു ടോക്കുണ്ട്, കള്ളത്രാസ് ദൈവം വെറുക്കുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ദൈവം, ഞാൻ വ്യാപാരങ്ങളൊന്നും ചെയ്യുന്നില്ല, എന്നാണ് ഈ കള്ളത്രാസ് ഇങ്ങനെ എന്നെക്കൊണ്ട് പറയിപ്പിക്കണതെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ റെസ്യൂമെ വായിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഞാനൊരു കള്ളത്തരം കാണിച്ചിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് മാനേജ്മെൻറ്റ് ട്രെയിനി ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തു. ആ മാനേജ്മെൻറ്റ് ട്രെയിനി, ഇപ്പോൾ ബ്രൂണയിലുള്ളവർക്ക് അറിയില്ല എന്താണ് മാനേജ്മെൻറ്റ് ട്രെയിനി. ഞാൻ അവിടെ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിനാക്കി വെച്ചു. അപ്പോൾ ഇതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുമത് ഇങ്ങനെ. അപ്പോൾ ഞാനൊരു ആ സാധനം ഞാനത് മാറ്റിയിട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് ഞായറാഴ്ചത്തെ കുർബാന കഴിഞ്ഞ് നിന്നപ്പോൾ ഞാനും വൈഫും കൂടെ മാതാവിൻ്റെ ഗ്രോട്ടോടെ നിന്നപ്പോൾ മലയാളിയായ ഒരു ചേട്ടൻ എന്നോട് വന്ന് ചോദിച്ചു, മോനെ ജോലി വല്ലതും ആയോ, ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നീ പോരുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ ആദ്യം ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവമേ എനിക്കൊരു വിസ തന്നെന്നാണ്. എനിക്ക് ദൈവം വിസ തന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ജോലി കമ്പനി സ്റ്റാർട്ട് ചെയ്തുള്ളൂ, അപ്പോൾ സാലറി ഒന്നും തരാൻ ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ. അപ്പോൾ ഞാനും വൈഫും കൂടെ അവിടെ നിന്ന് വീണ്ടും ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് നാട്ടിലൊരു 30,000 രൂപ സാലറി കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം അവതാളത്തിലായി. അപ്പോൾ ദൈവത്തോട് ഞാൻ ചോദിച്ചു, ദൈവമേ എനിക്കൊരു $500 ഒരു സാലറി തരാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മനു നിനക്ക് ഞാൻ $600 തരാം, നീ വന്ന് ജോയിൻ ചെയ്തോളം പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ വീണ്ടും എനിക്ക് അന്നേരം ഈ $600 പിന്നെ നാട്ടിൽ വേറെ സാമ്പത്തിക ചിലവുകൾ. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്കൊരു $1,000 സാലറി. ഇത് ഞാൻ സത്യം പറയുകയാണെങ്കിൽ കർത്താവ് ഞാൻ ചോദിച്ചു കഴിഞ്ഞോണ്ടല്ലോ അപ്പോൾ എനിക്ക് തരും ഈ സാധനം. കറക്റ്റ് $1,000 സാലറി. ഇത് ഒരു 6 മാസത്തിന് ശേഷം $1,000 സാലറി തന്നു. ആ ചേട്ടൻ തന്നെ. വീണ്ടും ഞാൻ ചോദിച്ചു, കർത്താവേ വീട്ടിൽ ഇനിയും പ്രശ്നമുണ്ട്, എനിക്ക് കുറച്ചും കൂടെ സാലറി തരാൻ പറഞ്ഞു. വീണ്ടും കർത്താവ് തന്നു എനിക്ക്. ആ ചേട്ടൻ തന്നെ. പിന്നെ ഇതിപ്പോൾ ഞാൻ പഠിച്ച പ്രൊഫഷനോടുള്ള ജോലിയല്ലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ ദൈവത്തോട് ഞാൻ പറഞ്ഞു, നമുക്ക് അവിടുത്തെ വലിയ കമ്പനികളിലെ ആൾക്കാർ നല്ല രീതിയിലേക്ക് വരുമ്പോൾ നമുക്കൊരാഗ്രഹം എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഫഷണലിലെ ജോലി വേണമെന്ന്. അപ്പോൾ ഞാൻ കർത്താവിനോട് ചുമ്മാ ചോദിച്ചു, കർത്താവേ എനിക്ക് എന്നാൽ ഇങ്ങനെ നടക്കാൻ പറ്റുന്നതെന്ന്. ഒരു 2 മാസത്തിനുള്ളിൽ എനിക്ക് US ബേസ്ഡ് മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്ന് എനിക്ക് ഓഫർ വന്നു. ഞാനിപ്പോൾ ആ കമ്പനിയിൽ 1.5 വർഷം ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പം എത്ര ഡോളറുണ്ട്? ഇപ്പോൾ ഒരു 3.9K. $3,900. അപ്പം ഇന്ത്യൻ മണി എത്ര ലക്ഷം ഉണ്ടാവും? 2.5 ലക്ഷം രൂപ കയ്യിൽ കിട്ടും കേട്ടോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നോക്ക്, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ റെസ്യൂമേൽ ഒരു സ്ഥാനം എഴുതി വെച്ചു. എന്താ? ഒരു ചെറിയൊരു കള്ളത്തരം. അത് വെട്ടി തിരുത്തിയിട്ട് പോയി കുമ്പസാര കഴിഞ്ഞ് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ദൈവദൂതനെ പോലെ ഒരു ചേട്ടൻ നിൽക്കുകയാണ് അവിടെ. മോനെ, നിനക്കേ ജോലി തരാമെന്ന് പറഞ്ഞു. നമുക്ക് കർത്താവ് അവിടെ നിർത്തി. എന്നിട്ട് ആ ചേട്ടൻ തന്നെ കൂട്ടി കൊടുത്ത് ചോദിക്കുന്ന പോലെ, എനിക്ക് 500 വേണം, 500, 600 കൊടുത്തു, 600 പിന്നെ 1000, പിന്നെ അതിന് മേളിലേക്ക് എന്തെല്ലാം ചോദിക്കുന്നത് അതെവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്ക് സഹോദരങ്ങളെ, പാപം ഇരിക്കുന്നിടത്ത് ഒരു സംഗതിയിലേക്ക് കയറുന്നില്ല, മുമ്പോട്ട് വരുന്നില്ല. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന പോലെ അനുദപിച്ചു. നോക്ക, ഭൗതിക മണ്ഡലത്തിൽ കയറി വരുന്നത് ചിന്തിച്ചു നോക്കി, കണ്ടില്ലേ? എന്റെ ഇതുപോലെ തന്നെയാണ്. പാപം ഇരുന്ന് കഴിഞ്ഞാൽ നിന്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവില്ല, സുവിശേഷ മേഖല ഉയർച്ച ഉണ്ടാവില്ല, പ്രേക്ഷിത മേഖല ഉയർച്ച ഉണ്ട്, എല്ലാ മണ്ഡലത്തിലും. അതുകൊണ്ട് ദൈവവചനം വെളിപ്പെടുത്തുക, തീക്ഷ്ണതയുള്ളവനാകണം. ഇല്ലെങ്കിൽ പോയി അനുദപിക്കേണ്ട മേഖലയുണ്ടെന്ന് ചെക്ക് ചെയ്യണം. മന്ദത്തിരിക്കുന്ന ആത്മാവ് തീക്ഷ്ണതയിലേക്ക് വരുന്നതാണ് പ്രധാനം. ഹല്ലേലൂയ. വിശുദ്ധിയും തീക്ഷ്ണതയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവമേ, ഇതുപോലെ വിശ്വാസം, ഇതുപോലെ ആൾക്ക് ഇതൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ? ചോദ്യത്തിന് ഉത്തരവുണ്ട്. വിശുദ്ധി ഉള്ളിടത്ത് തീക്ഷ്ണത ഉണ്ടാവുള്ളൂ, അവിടെ ദൈവരാജ്യം വളരുള്ളൂ, അവിടെ ഭൗതിക മണ്ഡലത്തിൽ ഉയർച്ച ഉണ്ടാവുള്ളൂ. അനുദപിക്കേണ്ടവർ അനുദപിക്കണം, കുമ്പസാരിക്കേണ്ടവർ കുമ്പസാരിക്കണം, തീരുമാനമെടുക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കേട്ട വചനങ്ങളും അതിനെ സ്ഥിരീകരിക്കുന്ന സാക്ഷ്യങ്ങളും എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുദപിച്ച് കരയുന്നവരെ അനുഗ്രഹിച്ചുയർത്തുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. അനുദപിക്കുന്നവരെ പാപം ക്ഷമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. 1 ഡിഗ്രി കൂടി കൂട്ടി നമ്മൾ ചിന്തിക്കണം. അനുദപിച്ച് കരയുന്നവരെ പാപം ക്ഷമിക്കുക മാത്രമല്ല, അവർക്കൊരു അനുഗ്രഹം കൂടെ കൊടുത്തിട്ടേ കർത്താവ് വിടുകയുള്ളൂ. ബൈബിളിൽ എത്ര ഉദാഹരണങ്ങൾ. പത്രോസ്ലീഹ, ദാവീദ്, സമരിയാക്കാരി, ധൂർത്തപുത്രൻ, ഒരുപാട് വ്യക്തികൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. അനുദപിച്ചാൽ നീ അത്ഭുതം നീ ദർശിക്കും. അനുസരിച്ചാൽ വചനം അനുസരിച്ചാൽ ദൈവമഹത്വം നീ ദർശിക്കും. വചനത്തിന്റെ ലംഘനമാണ് പാപം. അനുദപിച്ചാൽ നീ അത്ഭുതം നീ ദർശിക്കും. അനുസരിച്ചാൽ വചനം അനുസരിച്ചാൽ ദൈവമഹത്വം നീ ദർശിക്കും. കൈകൾ ഉയർത്തി വിളിക്കട്ടെ, ഈശോയേ. ആനന്ദ സ്നേഹ യേശുവേ,